ഹലോ ഫ്രണ്ട്സ്, സർബമല്ലി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾസ്, പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, വെജിറ്റബിൾസിൽ നിന്ന് ഒരുപാട് ഫൈബർ കണ്ടൻസൊക്കെ ലഭിക്കുന്നു. ഈ ഫൈബർ കണ്ടൻസ് കൂടാതെ വൈറ്റമിൻസും ഒരുപാട് നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനഫിറ്റ്സ് കിട്ടും നോക്കിയാലോ? അതും ഈ പ്രഗ്നൻസിയിൽ നമ്പർ 1 അനീമിയ കറക്റ്റ് ആകും. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സസീവ് വെയിറ്റ് ഗെയിൻ ചാൻസ് കുറയും. ഇങ്ങനെ വെയിറ്റ് ഗെയിന്, അതായത് വെയിറ്റ് കൂടാനുള്ള ചാൻസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് പ്രഷർ, ഷുഗർ എന്നിവ, കൊളസ്ട്രോളൊക്കെ അതിൻ്റെയൊക്കെ ഒരു അളവ് നമുക്ക് മിതമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. കൂടുതലാവാനുള്ള ചാൻസ് കുറയും. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാമെന്ന് ചോദിക്കുകയാണല്ലേ നിങ്ങൾ? അതിനുവേണ്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 വെജിറ്റബിൾസ് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമ്പർ 1 സ്വീറ്റ് പൊട്ടറ്റോസ്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് എ, ബി ആൻഡ് സി അടങ്ങിയിരിക്കുന്നു. നമ്പർ 2 ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടിൽ അധികമായി കൂടുതൽ അളവിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട്. ബേസിക്കലി ഹെൽപ്പ് ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്പർ 3 ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കത്തിലും ഒരുപാട് അളവിൽ വൈറ്റമിൻസ് ആൻഡ് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നാലാമത്തേത് ബ്രോക്കോളി. ബ്രോക്കോളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, കെ ആൻഡ് ഫോളേറ്റ് ഇവ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആൻഡ് കെ ആസ് വെൽ ആസ് ഫൈബർ കൂടെയാണ്. ഇതിൽ ലാസ്റ്റത്തെ പോയിൻ്റാണ് ലീഫി വെജിറ്റബിൾസ്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾക്കറിയാം വൈറ്റമിൻ സി, പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പ്രാവശ്യം കഴിക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 500 ഗ്രാം എടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് ഓരോ മീലിലും കുറച്ചായിട്ട് കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മളിതൊരു നല്ലൊരു ശീലമാക്കി എടുക്കുന്നത് നല്ലതാണ്. 500 ഗ്രാം എന്ന് പറയുമ്പോൾ 250 ഗ്രാം വെച്ച് രണ്ട് പ്രാവശ്യം 2 മീലിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ വേവിച്ചിട്ട് കഴിക്കാം. അപ്പോൾ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. കാരണം പ്രഗ്നൻസിയിൽ ഇത് തന്നെയാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ളത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ളതും കഴിക്കാതിരിക്കുക. പിന്നെ പുറത്തു നിന്നുള്ള പാക്കറ്റ് ഫുഡ് കഴിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.